ബൈസെ മെമ്മോറിയൽ പാർക്കിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കണായിരുന്നു. എന്താണല്ല ഈ അപ്പൂപ്പൻ നിങ്ങാണ്ട് ഫോട്ടോ എടുക്കുന്നതല്ല, കുറച്ച് ഒരുപാട് കഥകൾ വരാനുണ്ട്. അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ പേരേരി കണ്ട് ഒട്ടിച്ചിങ്ങാണ്ട് പോകും. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് വന്ന ആള് ഞാനാണ്. ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടനെ വിചാരിച്ചിങ്ങാണ്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് എല്ലാ ടൂറിസ്റ്റും കൂടെ അവിടെ ഒരു ഗൈഡിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഒരു ഗൈഡല്ല, ഇഷ്ടംപോലെ ഗൈഡ് ഉണ്ട്. ഇടയിൽ എന്തിനാ വന്നതെന്ന് അറിയാതെ രണ്ടും കൂടെ ഫോണുമ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ. ഇനി വനി കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ലാസ്റ്റ് സെഞ്ചുറിയിൽ ചൈനയിൽ രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്ന് നാഷണലിസ്റ്റ് പാർട്ടി. ഈ രണ്ട് പാർട്ടി തമ്മിൽ നല്ല യുദ്ധം നടന്നു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ അരിവാൾ ചുറ്റിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ച് ചൈന ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തോറ്റ പാർട്ടിയാണ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് ഇപ്പൊ തായ്വാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. എങ്ങനെയാണ് ബൈസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തങ് ഷിയാവ്പിൻ എന്ന് പറഞ്ഞ ഒരു ലീഡറെ കീഴില് കുറച്ച് കർഷകരും പിന്നെ കുറച്ച് സാധാരണക്കാരും എല്ലാവരും ഇവിടെ കൂടിങ്ങാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തു. അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം അവർ വിജയിച്ചു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് മറ്റു പാർട്ടികളുമായിട്ട്. അങ്ങനെ ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന തോക്ക് കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു അവരുടെ യുദ്ധമുറ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ യുദ്ധത്തിൽ വിജയിച്ചു വന്ന ടൈമിൽ ബൈസെ പീപ്പിൾസ് അവർ എങ്ങനെയൊക്കെയായിരുന്നു സ്വീകരിച്ചത് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് A to Z കാര്യങ്ങളാണ് ഈ ബൈസെ മെമ്മോറിയൽ പാർക്കിന്റെ ഉള്ളിലുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്ക് ഉണ്ടതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഫോമിങ്ങും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈസയിലെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് യുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരെ ഓർമ്മക്കായിട്ട് ഇന്ന് അവിടെ വരുന്ന ആൾക്കാർ പൂവും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ. ടാറ്റാ, ബൈ, ജയ് ജിയാൻ.